പിന്നെ പുതിയ വിത്തുകളൊക്കെ ഉണ്ടാകുമ്പോൾ ഇതുപോലെ മുളപ്പിച്ചിട്ട് തൈയാക്കിയിട്ട് നമുക്ക് ഗ്രോ ബാഗിലാക്കിയിട്ട് വെച്ചു. ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഷാൻവി വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നുണ്ടെങ്കിൽ നമ്മളെ ചീര കൃഷിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് ഒരുപാട് തൈകൾ ഉണ്ടായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ മാറ്റി നട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ചീര നമുക്ക് വിളവെടുക്കാനുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ഉണ്ടായ തൈകൾ വേറൊരു ഗ്രോ ബാഗിലേക്ക് ആക്കിയിട്ട് എങ്ങനെയാണ് പോട്ട് ചെയ്യുന്നതും കൂടി ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇത് നമ്മൾ 2 ദിവസം മുന്നേ ഓൾറെഡി ഈ ഒരു നല്ലൊരു പോട്ടിലേക്ക് നോക്കിയിട്ട് മാറ്റി വെച്ച് കൊടുത്തായിരുന്നു. അപ്പോൾ ചെടിയൊക്കെ നന്നായിട്ട് ഹെൽത്തി ആയിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ചെറിയൊരു പോട്ടിൽ ഒരുപാട് തൈകൾ ഉണ്ടായി വന്നിട്ടുണ്ടായിരുന്നു. അതിനെ നമ്മൾ വലിയൊരു ഗ്രോ ബാഗിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നമുക്കിതിൽ അത്യാവശ്യം നല്ല വലുപ്പമെത്തിയ ചീരത്തൈകൾ മെല്ലെ ഒന്ന് പറിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ എടുക്കുന്ന നേരം സൂക്ഷിക്കുക, അധികം പൊട്ടാതെ എടുക്കുക. ചെറിയ തൈകളായതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് പറിച്ചെടുത്ത് കിട്ടുന്നതാണ്. അപ്പോൾ ഞാൻ ഇതുപോലെ വലിയ 2-3 തൈ നോക്കിയിട്ട് എടുക്കുന്നുണ്ട്. വളരെ വിളവെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു കൃഷിയാണ് ഈ ചീര കൃഷി എന്ന് പറഞ്ഞാൽ. പിന്നെ നമ്മുടെ ഭക്ഷണത്തിലൊക്കെ ഉൾപ്പെടുത്തിയാൽ അതിൻ്റെ ഗുണങ്ങൾ ഒരുപാടുണ്ട്. രക്തം കൂടാനും അയൺ കണ്ടൻ്റൊക്കെ ഉള്ളൊരു നല്ലൊരു പച്ചക്കറി ചെടിയാണ് ഈ ചീര എന്ന് പറയുന്നത്. അപ്പോൾ അത്യാവശ്യം വലുപ്പമുള്ള കുറച്ച് തൈകൾ ഞാൻ ഈ ഒരു പോട്ടിൽ നിന്ന് കളക്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മളെ ഗ്രോ ബാഗ് കാണിച്ചു തരാം. അതിലെങ്ങനെയാണ് പോട്ടി മിക്സ് റെഡിയാക്കുന്നതെന്നൊക്കെ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഗ്രോ ബാഗ്. അതിലേക്ക് നമ്മൾ കുറച്ച് ഈ ഒരു ടെറസിൻ്റെ മുകളിലുണ്ടാകുന്ന പൂപ്പൽ, അതുപോലെ തന്നെ പ്ലാസ്റ്റിക് കരിയിലേൻ്റെ ഒരു വേസ്റ്റ്, അതൊക്കെയാണ് നമ്മൾ ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഗ്രോ ബാഗിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. വലിയ പോട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൽ നട്ടു കൊടുക്കാവുന്നതാണ്. അതിനുശേഷം നമ്മുടെ പോട്ടി മിക്സ് ആഡ് ചെയ്യുന്നുണ്ട്. മെയിനായിട്ട് നമ്മുടെ പോട്ടി മിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണക്കച്ചാണകപ്പൊടിയും അതുപോലെ തന്നെ നല്ലൊരു ഗാർഡനിങ് സോയിലുമാണ്. നമ്മളെ വീട്ടിലുള്ള മണ്ണ് തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇത്രയും ചെയ്ത് തന്നെ പോട്ടി മിക്സ് ധാരാളമാണ്. പിന്നെ നമ്മളെ വീട്ടിലുണ്ടാകുന്ന ഇടയ്ക്കിടയ്ക്കുള്ള കമ്പോസ്റ്റുകളൊക്കെ നമുക്ക് വളപ്രയോഗമായിട്ട് ചെയ്തു കൊടുക്കാവുന്നതാണ്. ഇത്രയാണ് നമ്മൾ പോട്ട് റെഡിയാക്കാൻ വേണ്ടത്. പിന്നെ വീട്ടിൽ തന്നെ കിട്ടുന്ന പച്ചക്കറി വേസ്റ്റ്, അതുപോലെ തന്നെ മീനിൻ്റെ വേസ്റ്റ്, അതൊക്കെയാണ് നമ്മൾ വളപ്രയോഗം എന്നുള്ള രീതിയിൽ ഇട്ട് കൊടുക്കാറ്. അപ്പോൾ നമ്മൾ കുറച്ച് മീൻ വൃത്തിയാക്കിയതിൻ്റെ വേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു, തലഭാഗമൊക്കെ, അതൊക്കെ ഈ ഒരു പോട്ടിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ബാക്കി ഭാഗത്തും കൂടി നമുക്ക് മണ്ണിട്ട് കൊടുക്കാം. പിന്നെ ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ കുറച്ച് നല്ല ചുവന്ന മണ്ണും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ നമ്മളെ ഗ്രോ ബാഗ് ഒന്ന് സെറ്റായിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ആക്കി കൊടുത്തതിന് ശേഷം നേരത്തെ കളക്ട് ചെയ്തിട്ടുള്ള ആ ഒരു ചീരത്തൈ നമുക്ക് ഇതിലേക്ക് വെച്ച് കൊടുക്കണം. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ കുറച്ചൊന്ന് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്, ആ മണ്ണൊന്ന് സെറ്റാവാൻ വേണ്ടിയിട്ട്. ഈ ഒരു കമ്പോ എന്തെങ്കിലും സ്റ്റിക്കോ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ഒരു ഹോൾ ഉണ്ടാക്കിയിട്ട് അതിലേക്ക് ഓരോ ചെടിയായിട്ട് വെച്ച് കൊടുത്താൽ മതി. നല്ല നീർവാർച്ചയുള്ള മണ്ണിൽ വേണം നടാൻ വേണ്ടിയിട്ട്. പിന്നെ ഗ്രോ ബാഗിനൊക്കെ എപ്പോഴും നമ്മൾ ഹോൾ ഉണ്ടായിരിക്കും. ഹോളില്ലെങ്കിൽ ഹോൾ ഉണ്ടാക്കി കൊടുക്കുക. കാരണം ഒരുപാട് വെള്ളം കെട്ടിക്കിടച്ചാൽ ഏത് ചെടിയും ചീഞ്ഞു എന്ന് നമുക്കറിയാം. പിന്നെ നമ്മൾ ടെറസിൻ്റെ മുകളിലൊക്കെ വെക്കുന്നതുകൊണ്ട് അത്യാവശ്യം നല്ല വെയിൽ കാര്യങ്ങളുള്ളതുകൊണ്ട് അത്യാവശ്യം വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്താലേ ഉള്ളൂ ഈ ചെടികളൊക്കെ നന്നായിട്ടുണ്ടാവുള്ളൂ. നമ്മളെ വീട്ടിൽ സ്ഥലപരിമിതി ഉള്ളവരൊക്കെ ആണെങ്കിൽ ഇതുപോലെ ഗ്രോ ബാഗ് ഉണ്ടെങ്കിൽ ടെറസിൻ്റെ മുകളിലൊക്കെ ഇങ്ങനെ വെച്ച് കൊടുത്താൽ നമുക്ക് വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള പച്ചക്കറികളൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു ചീര കൃഷി എന്നൊക്കെ പറഞ്ഞാൽ വളരെ കുറഞ്ഞ കാലം കൊണ്ട് നമുക്ക് വിളവെടുക്കാൻ പറ്റുന്നതാണ്. ഒരു 3-4 മാസം കൊണ്ട് തന്നെ ഈ ചെടി നന്നായിട്ട് തഴച്ച് വളരും. അത് കട്ട് ചെയ്ത് പിന്നെയും നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. പിന്നെ പുതിയ വിത്തുകളൊക്കെ ഉണ്ടാകുമ്പോൾ ഇതുപോലെ മുളപ്പിച്ചിട്ട് തൈയാക്കിയിട്ട് നമുക്ക് ഗ്രോ ബാഗിലാക്കിയിട്ട് വെച്ച് കൊടുക്കാവുന്നതാണ്. അതുപോലെ നമ്മൾ എല്ലാ തൈകളും ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ടെറസിൻ്റെ മുകളിലൊക്കെയാണ് നിങ്ങൾ ഗ്രോ ബാഗ് വെക്കുന്നതെങ്കിൽ അത്യാവശ്യം നല്ല വെയിലുണ്ടാകുന്ന സ്ഥലത്തായിരിക്കും. അപ്പോൾ എന്നും വെള്ളം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഒരു 2 ആഴ്ചയൊക്കെ കൂടി നമുക്ക് വളപ്രയോഗം ചെയ്ത് കൊടുക്കുക. മെയിനായിട്ട് നമ്മളെ വീട്ടിലുള്ള ചാണകപ്പൊടിയൊക്കെ ഉണ്ടെങ്കിൽ കലക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാം, വെണ്ണീര് ചേർത്ത് കൊടുക്കുക. ഇതുപോലെ തന്നെ പച്ചക്കറി വേസ്റ്റ് നമ്മൾ കമ്പോസ്റ്റ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അതും കൂടി ഇതുപോലെ വളപ്രയോഗമാക്കിയിട്ട് ചെയ്ത് കൊടുക്കാവുന്ന തന്നെയാണ്. അപ്പോൾ ഏകദേശം ഒരു 2-3 ആഴ്ചയൊക്കെ ആകുമ്പോഴത്തേക്ക് തന്നെ നല്ല വലുപ്പം വെച്ച് തുടങ്ങാനാവും. ഒരു 2 മാസമൊക്കെ ആകുമ്പോൾ ഇതുപോലെ നല്ല വലുപ്പത്തിലായി കഴിഞ്ഞാൽ നമുക്ക് വിളവെടുക്കാവുന്നതാണ്. വളരെ ചുരുങ്ങിയ കാര്യത്തിൽ നമുക്ക് വിളവെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കൃഷിയാണ് ഈ ചീര കൃഷി. അപ്പോൾ നമ്മളിതുപോലെ മുന്നേ നട്ട് കൊടുത്തിട്ടുള്ളതായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ഈ ഒരു ചീരയൊക്കെ ഒന്ന് പറിച്ചെടുക്കുന്നതും കൂടി ഉണ്ട്. ഉപ്പേരിക്കായിട്ടും കറിയിലും ഒക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു പച്ചക്കറി വിഭവം തന്നെയാണ് ഈ ചീര എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആവശ്യമുള്ളതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്.
ഇത് നമുക്ക് കറിക്കോ അല്ലെങ്കിൽ ഉപ്പേരിക്കോ ഒക്കെ ആയിട്ട് നമ്മളിത് ഉപയോഗിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഒരു 2 മാസം 3 മാസമൊക്കെ ആകുമ്പോൾ നമുക്ക് വിളവെടുപ്പും ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഈ ഒരു ചീര കൃഷി എന്ന് പറയുന്നത്. ഇതൊരു സുന്ദരിച്ചീരയാണ്. ഇതിൻ്റെ തണ്ട് കാണാൻ നല്ല ഭംഗിയാണ്. നല്ലൊരു കുറച്ച് ഡാർക്ക് പിങ്ക് കളറിലാണ്, കാണാനും നല്ല ഭംഗിയാണ്. പിന്നെ ഇതുപോലെ ഇലകളിലൊക്കെ നമ്മൾ കീടങ്ങളുടെ ആക്രമണമൊക്കെ ഉണ്ടെങ്കിൽ ഫംഗിസൈഡൊക്കെ തളിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ കൃഷി എന്ന് പറയുന്നത്. കുറച്ച് കോവക്കയും കൂടി നമ്മൾ വിളവെടുത്തിട്ടുണ്ട്. അത് നമ്മൾ ടെറസിൻ്റെ മുകളിൽ തന്നെ പന്തൽ പോലെ കെട്ടിയിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നുണ്ടെങ്കിൽ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നമ്മുടെ വീഡിയോസൊക്കെ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള വെറൈറ്റി വീഡിയോസൊക്കെ ആയിട്ട് ഇനിയും നമ്മൾ വരുന്നതായിരിക്കും. അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.